അത് ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ എന്ന് പറയാനാ വന്നത്. അദ്ദേഹം ധൈര്യമായിട്ട് പറഞ്ഞല്ലോ, ഒന്നും ഒളിച്ചു വെച്ചില്ലല്ലോ. പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപ്പാടെ തട്ടിയെടുത്തതെന്ന് പറഞ്ഞല്ലോ. ഇത് പരാതി പറച്ചിലല്ല സർ, വസ്തുതകൾ പറയുക. ഞങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുന്നതാ. ഇന്ത്യയിലെ ജനങ്ങൾ ഇത് അറിയണമെന്ന് വിചാരിച്ചു തന്നെ പറയുന്നതാ. ചെറുപ്പക്കാരെ, ജൻസികള് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് വിശദീകരണവുമായി വന്ന കിരൺ റിജിജു കേന്ദ്രമന്ത്രി വേറെ ആരും രംഗത്ത് ഇറങ്ങിയില്ല കേട്ടോ. എല്ലാവരും ഇന്നലെ മാളത്തിനോട് ചിരിക്കുകയായിരുന്നു, ഇന്നിനി ഇറങ്ങുമെന്നറിയില്ല. കിരൺ റിജിജു എന്താ പറഞ്ഞത്? ഈ ജൻസികളോടുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം കലാപം ഉണ്ടാക്കാനാണെന്ന്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ ചെറുപ്പക്കാരോട്, യുവതലമുറയോട് സംസാരിച്ചുകൂടെ? നമ്മുടെ രാജ്യത്ത് ഇതാണ് നടക്കുന്നത്, നമ്മൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞുകൂടെ? പറഞ്ഞാൽ ഉടനെ രാജ്യദ്രോഹമാവൂ, അതോ കലാപം സൃഷ്ടിക്കലാവൂ? അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് വയ്ക്കുക. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങള് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്നു. അത് ഒരു സത്യമാണ്. നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു സർ.